സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ. ഒരു സർക്കാർ ഒരു ദിവസം ഇത്രയേറെ തോൽവികളെ നേരിടേണ്ടി വരുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. കൊല്ലത്തെ വിജിലൻസ് കോടതി മുതൽ കേരള ഹൈക്കോടതി വരെ വിവിധ കേസുകളിൽ വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ ഓടിച്ചിട്ട് ഇടിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ പാരടിപ്പാട്ടിന്റെ പ്രശ്നം, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, ഈ പാട്ടുണ്ടല്ലോ, അതിനെതിരായിട്ടുള്ള നടപടി തിരിച്ചടിച്ചത്. പിന്നെ ഇന്നലെ സമാപിച്ച നമ്മുടെ IFFK ഫിലിം ഫെസ്റ്റിവൽ, അതില് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തട്ടിലും അക്കാദമി ചെയർമാൻ, നടത്തിപ്പുകാരാണ് അവര്, അതിന്റെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി മറ്റൊരു തട്ടിലുമായത് ഈ സർക്കാരിന്റെ പ്രതിച്ഛായ വല്ലാതെ ബാധിച്ചു എന്ന് തന്നെ പറയണം. ഒരു തീരുമാനങ്ങൾ എടുക്കുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക, അത് നടപ്പാക്കുക, അത് പറ്റാത്ത, അതിന് കഴിവില്ലാത്ത ഒരു സർക്കാരാണ് ഇതെന്ന്, കഴിവുകെട്ട ഒരു ഗവൺമെന്റാണിതെന്ന് തെളിയിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയതാ. അതൊന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു ഒറ്റ ദിവസം കൊണ്ട്, ഇന്നലെ കൊണ്ട്, വെള്ളിയാഴ്ച കൊണ്ട്. ആദ്യം കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുള്ള ഒരു തിരിച്ചടിയായിരുന്നു. അവിടെ ED കൊടുത്തൊരു കേസ്, അതായത് ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ്, അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ, അത് അന്വേഷിക്കുന്നതിന് EDക്ക് അനുമതി നൽകണം, അതിനാവശ്യമായ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം കൊടുക്കണം. ഇതായിരുന്നു EDയുടെ ആവശ്യം. ഇന്നലെ അത് വിജിലൻസ് കോടതി അംഗീകരിച്ചു. നേരത്തെ ചില കീഴ്ക്കോടതികൾ തള്ളിയതാ, ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ് വിജിലൻസ് കോടതി. രേഖകളൊക്കെ ഇനി പ്രത്യേക അന്വേഷണ സംഘം EDക്ക് നൽകണം. ഈ വിധി വന്നതോടെ ഇപ്പൊ കളത്തിൽ EDയും ഇറങ്ങിയിരിക്കുക. സ്വർണ്ണക്കവർച്ച കേരള പോലീസ് മാത്രമല്ല ഇനി അന്വേഷിക്കാൻ പോകുന്നത്, EDയുടെ അന്വേഷണ പരിധിയിലും കൂടെ ഇത് വരിക. ഇത് മനസ്സിലാക്കിയ സ്വർണ്ണക്കൊള്ളക്കാര് സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ വിരണ്ടിരിക്കുകയാണ്. പിന്നീട് ബ്രൂവറിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാലക്കാട് ഏലപ്പുള്ളിയിൽ, അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്തതാണ്. അവിടെ വലിയ ജലക്ഷാമമുള്ള പ്രദേശമാണ്. കുടിവെള്ളമില്ലാതെ ആളുകൾ നെട്ടോട്ട് ഓടുന്ന ഒരു സ്ഥലത്ത് അവിടെ വലിയ തോതിൽ ജലചൂഷണം നടത്തിക്കൊണ്ട് ബ്രൂവറി സ്ഥാപിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്തു. അതിനെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ വന്നു. അവര് സംസ്ഥാന സർക്കാർ കൊടുത്ത അനുമതി അങ്ങ് നിഷേധിച്ചു. പിന്നീട് ഹൈക്കോടതിയിൽ തന്നെ നമ്മുടെ സ്വർണ്ണക്കവർച്ച കേസ് വന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞ കോടതി സംസ്ഥാന സർക്കാരിനെ എട്ടിത്തിട്ട് കുടഞ്ഞു എന്ന് വേണം പറയുന്നതിന്. അന്വേഷണം സ്തംഭിച്ചിരിക്കുകയാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് വമ്പന്മാരായ ആളുകളെ, വമ്പൻ സ്രാവുകളെ പിടിക്കുന്നില്ല? അവരെങ്ങനെയാണ് പ്രതിയാകാതെ, അറസ്റ്റിലാകാതെ പുറത്തു നിൽക്കുന്നത്? കഴിഞ്ഞ ഡിസംബർ 5 ശേഷം അന്വേഷണത്തിൽ വലിയ സ്തംഭനാവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞു വെച്ചു. വലിയ ഗൂഢാലോചന, അതിന്റെ പിന്നിലുള്ള വമ്പൻ ആളുകൾ, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് പറഞ്ഞു. SITക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കോടതിയിൽ. ഇത് വാസ്തവത്തിൽ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘത്തിന് കടിഞ്ഞാനിട്ട സർക്കാരിനുള്ള ഒരു താക്കീതായിരുന്നു. ഗവൺമെന്റാണത് ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുന്നത് സംസ്ഥാന സർക്കാർ തടഞ്ഞു. SIT പ്രത്യേക അന്വേഷണ സംഘം അവിടെ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരായി. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി, പ്രതിപക്ഷം അത് ഉന്നയിച്ചതാണ്. ഇപ്പൊ കോടതിയും അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. നിശ്ചിതമായ ഭാഷയിലാണ് സർക്കാരിനെ കോടതി വിമർശിച്ചത്. പിന്നീട് കിബി മസാല ബോണ്ട്, അതിന്റെ തുടർ നടപടികൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് 3 മാസത്തേക്ക് മരവിപ്പിച്ചതാ, സ്റ്റേ കൊടുത്തതാ. ആ സ്റ്റേ ഇപ്പോഴ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി അതിന്റെ നടപടികളുമായി EDക്ക് മുന്നോട്ട് പോകാം. ഇതിനേക്കാൾ ഏറ്റവും വലിയ കോമഡി അഥവാ ട്രാജഡി എന്ന് പറയാവുന്നത് ഈ പാരടിപ്പാട്ടിനെ കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാടായിരുന്നു. ആരോ ഒരാളൊരു പരാതി കൊടുത്തു, ഉടനെ ചാടിക്കയറി അന്വേഷണം പ്രഖ്യാപിച്ചു, കേസെടുക്കാൻ പറഞ്ഞു, കേസെടുത്തു. അതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഏറ്റവും വലിയ താരമായി മാറിയത് ഈ പാട്ടായിരുന്നു. അത് സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ദോഷമായി എന്നുള്ളത് ശരിയാ. പക്ഷെ അതിന്റെ പേരിൽ ഒരു പാട്ടിനെതിരായിട്ട് ഒരു സർക്കാർ തിരിയുക, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയേക്കാൾ വലിയൊരു പാതകമായിട്ട് അല്ലെങ്കിൽ അപരാധമായിട്ട് ഈ പാട്ടിനെ കാണുക, എന്നിട്ട് അതിന്റെ അണിയറ പ്രവർത്തകരെ പിടിച്ച് അകത്താക്കാൻ നോക്കുക, എന്തൊരു കഷ്ടമാണ്. ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ പോലും ഇതിനെതിരായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഇവിടെ ഈ പാട്ടിനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ നോക്കിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്
IFFKയുടെ സമാപന ചടങ്ങില് സർഗാത്മക സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉറക്കെ സംസാരിച്ചത്. അത് ഫെസ്റ്റിവലില് ചില ചിത്രങ്ങൾക്ക് കേന്ദ്രം അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു. അതിന് കാരണമുണ്ട്. അതൊക്കെ കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെയ്താൽ അനുമതി കിട്ടും, ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് സ്ഥലത്തില്ലാതിരുന്ന നമ്മുടെ അക്കാദമി ചെയർമാൻ, അക്കാദമിയാണ് ഇത് നടത്തുന്നത്, സംഘാടകർ അവരാണ്, റസൂൽ പൂക്കുട്ടി, അദ്ദേഹം അവസാന ദിവസം വന്നത്. പക്ഷെ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. അതായത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ശരിയായ കാര്യമല്ല. അങ്ങനെയാണ് 6 ചിത്രങ്ങൾ വേണ്ടെന്ന് വെച്ചത്. മറ്റു തടഞ്ഞ കുറെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. കാരണം അതിന് അനുമതി കിട്ടി, അതിന് സമയമെടുത്തു, ഏറ്റവും അവസാനമാണ് കിട്ടിയത്. മറ്റു ചില ചിത്രങ്ങൾ കിട്ടിയില്ല. റസൂൽ പൂക്കുട്ടി കൃത്യമായ ഒരു നിലപാടങ്ങെടുത്തു. അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ പോകണം, സിനിമ എടുക്കണം, അവിടെയൊക്കെ അദ്ദേഹത്തിന് പ്രവർത്തിക്കണം. അപ്പൊ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് ഒരു ചലച്ചിത്രമേളയില് സിനിമകളെ പ്രദർശിപ്പിച്ചാല് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു നിലപാടെടുത്തത്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ചലച്ചിത്രമേള ആകുളമായി. അതിന്റെ നടത്തിപ്പ് സ്ഥാനത്ത് ഉണ്ടാകേണ്ടിയിരുന്ന അക്കാദമി ചെയർമാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. വിദേശത്ത് സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു. അതൊരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഉണ്ടായിരുന്നില്ല. ആ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ് ഇതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നീക്കേണ്ടത്. നവംബറിലെങ്കിലും അപേക്ഷ നൽകിയാൽ മാത്രമേ അതിന് അനുമതി കിട്ടൂ. ഇതൊക്കെ ഡിസംബറിലാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഫെസ്റ്റിവല് സംസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്ന IFFKയും കുളമാക്കി ഈ സർക്കാർ. ഇങ്ങനെ കഴിവുകെട്ട ഒരു സർക്കാരായി സ്വയം പ്രദർശിപ്പിക്കേണ്ടി വരുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കഴിവില്ലായ്മ തന്നെയാ. ഒരു സർക്കാർ എന്ന നിലയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചു, ശരിയായ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പിലാക്കുന്നതിനുള്ള കഴിവുകേട് തന്നെയാണ്. യാതൊരു സംശയം. ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളിൽ ആരാണ് സർക്കാരിനെ ഉപദേശിക്കുന്നത്? ഉപദേഷ്ടാക്കൾ ആരൊക്കെയാണ്? ഇടതുമുന്നണിയിൽ കാര്യമായ ചർച്ച നടക്കുന്നുണ്ടോ? PM-ശ്രീ പദ്ധതിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. മന്ത്രിമാരെ ഈ വിഷയങ്ങളെ ഗൗരവമായിട്ട് സമീപിക്കുന്നുണ്ടോ? മന്ത്രിസഭാ യോഗങ്ങളില് ഇതിന്റെ വരുംവരായികൾ ഓരോ തീരുമാനങ്ങളുടെയും അനുകൂലവും പ്രതികൂലവുമായ വശങ്ങള് ചിന്തിക്കുന്നുണ്ടോ? മന്ത്രിമാർക്ക് തീരുമാനമെടുക്കുന്നതിൽ എത്രത്തോളം പങ്കുണ്ട്? അതോ ഉദ്യോഗസ്ഥന്മാരാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതുമല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിലെ തലപ്പത്തുള്ളവരാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അവ മുഖ്യമന്ത്രിക്ക് സ്വീകാര്യമാവുമോ, പ്രിയപ്പെട്ടതാകുമോ, ഇഷ്ടപ്പെടുമോ എന്നുള്ളതാ. അതനുസരിച്ച് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. മറ്റു മാനദണ്ഡങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ പാരടിപ്പാട്ട് അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന കാര്യത്തിൽ ആരാണ് ശ്രീ പിണറായി വിജയനെ ഉപദേശിച്ചത്? ആരെങ്കിലും പറഞ്ഞു കാണുമല്ലോ. അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിലെ ചില ചിത്രങ്ങൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ധീരമായ ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമോ കത്രിയോ വെക്കലോ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, അനുമതി ഇല്ലെങ്കിലും സിനിമ പ്രദർശിപ്പിച്ചോളാൻ പറഞ്ഞു. ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അതോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കാൻ പറ്റുമോ? നിയമവിരുദ്ധമായിട്ട് ഒരു ചലച്ചിത്രം, അതും വിദേശ ചലച്ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ? ഇതിനൊക്കെയുള്ള ഉപദേശങ്ങൾ ആരാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത്? ഈ സ്വർണ്ണ കവർച്ച കേസ് ഇപ്പോ പത്മകുമാറിനെതിരായിട്ട് പാർട്ടി തല നടപടിയെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുക. അത് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച ഇത് നേരത്തെ ചെയ്തുകൂടായിരുന്നു? അദ്ദേഹം അറസ്റ്റിലായപ്പോൾ, ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാമായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കേസ് വന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമായപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി. അതിനെ പരിഹസിച്ചവരാ. പക്ഷെ പത്മകുമാറിനെതിരെ യാതൊരു നടപടികളും എടുത്തില്ല. ഇതൊക്കെ നേരത്തെ എടുത്തിരുന്നെങ്കിൽ പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി ആളുകൾ മനസ്സിലാക്കുമായിരുന്നു. CPM അക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നലെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. അതുണ്ടായില്ല. എന്നിട്ട് ഇപ്പോഴാണ് നടപടിയെപ്പറ്റി ആലോചിക്കുന്നത്. ബ്രൂവറിക്കുള്ള ലൈസൻസ്, അവിടെ പ്ലാച്ചിമടയിലെ സമരത്തിന് മുമ്പിൽ നിന്ന ആളുകളാണ് CPM. കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അത്. ഇവിടെയും അത് തന്നെയാണുള്ളത്. അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം കിട്ടുന്നില്ല. അപ്പൊ അവിടെയാണ് വലിയ തോതിൽ ജലചൂഷണം നടക്കുന്ന ഒരു പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്നത്. അത് എന്തിനായിരുന്നു? ഈ തിടുക്കം എന്തിനായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതിന്റെ പിന്നിൽ ആർക്കാണ് ഇത്ര വലിയ താല്പര്യം? MP രാജേഷ് എപ്പോഴും അതിനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ എന്ന സംശയം അത് കേൾക്കുമ്പോൾ തോന്നിപ്പോകും.
ഉണ്ടെന്ന് പറയുന്നില്ല. കാരണം അത് സംബന്ധിച്ച് നമുക്കൊരു ബോധ്യവുമില്ല. അപ്പൊ ഈ കോടതി വിധി വന്നതിന് ശേഷവും ഇതൊരു തിരിച്ചടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് MP രാജേഷ് രംഗത്തുണ്ട്. ഇപ്പോ അതാ ഗർഭിണിയായ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് തല്ലിയ ഒരു കേസ് ഇപ്പൊ പുറത്തു വന്നിരിക്കുക. 2024 നടന്നതാ. ഒരു പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ ദൃശ്യം കേരളം മുഴുവൻ കണ്ടെന്നേ. മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ചിത്രങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന നാണക്കേട് അല്ലെങ്കിൽ പ്രതിച്ഛായ നഷ്ടം എത്രത്തോളമാണ്? ആകെ നാണം കെട്ടി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസ് വകുപ്പും ഒക്കെ. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് നേരത്തെ പരാതി ഉള്ളതാ. അതൊക്കെ മുഖ്യമന്ത്രിയുടെ മുൻപിൽ അവർ വന്നിട്ടുള്ളതാ. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ പോലീസ് കാര്യങ്ങൾ ഉപദേശിക്കുന്നവരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അത് കണ്ടിട്ടുണ്ടാവും. ഒരു നടപടിയും ഉണ്ടായില്ല. അതിപ്പോ പുറത്തു വന്നു. അവര് കോടതിയിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ആ ദൃശ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. കോടതിയിൽ ആ കേസൊക്കെ ഉള്ളത് ഗവൺമെന്റിന് അറിയാവുന്നതല്ലേ. ആ ദൃശ്യങ്ങൾ അവർക്ക് നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ, ഈ പോലീസ് ഉദ്യോഗസ്ഥരെതിരെ മാതൃകാപരമായ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇന്നത്തെ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസില് സർക്കാർ പ്രതിക്കൂട്ടി നിൽക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് ഈ പാരടിപ്പാട്ട് ഉണ്ടാകുന്നത്. പോറ്റിയെ കേറ്റി എന്നുള്ള പാട്ട്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പാട്ടാണ്. UDF ജയിച്ചു, വലിയ തോതിൽ ജയിച്ചു. LDFന് പരാജയം പറ്റി. ഈ ഒരു സാഹചര്യത്തിലും ആ പാട്ടിനെ കൊല്ലാനാണ് സർക്കാരിന്റെ നോട്ടം. അല്ലാതെ അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്തതിൽ എല്ലാവർക്കും വിഷമം. ഒന്ന് ആലോചിച്ചു നോക്കി. ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ ഒരു അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. IFFKയുടെ സിനിമയ്ക്ക് അനുമതി ആവിഷ്കാര സ്വാതന്ത്ര്യമാകും, സർഗാത്മക സ്വാതന്ത്ര്യമാകും. ഒന്ന് ആലോചിച്ച് ഒരു ഒരു ചെറിയ 12 വരിയുള്ള ഒരു സാധാരണ പാരടിപ്പാട്ടിനെ പേടിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടി CPM, ഇത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കിയത്? 100 ഇരട്ടി ദോഷമാണ് ഉണ്ടാക്കിയത്. പാർട്ടിക്ക് ഗവൺമെന്റിന്റെ ചീത്തപ്പേരാണ്. ഇപ്പോ അതിന്മേൽ നടപടി വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. ആ കേസ് വഴിവെപ്പിൽ ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുക. ഈ പാരടി ഗാനം അയ്യപ്പന് എതിരാണെന്നും ഭഗവാനെ അധിക്ഷേപിക്കുന്നതാണെന്നും പറഞ്ഞ് ഒരു കേസ് കൊടുത്താൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാകുമെന്ന് ആരാണ് ഈ സർക്കാരിനെ ഉപദേശിച്ചത്? ആരാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്? അല്ലെങ്കിൽ ആരാണ് സാംസ്കാരിക മന്ത്രിയോട് പറഞ്ഞത്? നമ്മുടെ ചലച്ചിത്ര ഫെസ്റ്റിവല് അക്കാദമിയുടെ ചെയർമാൻ സ്ഥലത്തില്ലാതെ ആ ഫെസ്റ്റിവല് മര്യാദയ്ക്ക് നടക്കുമെന്ന് ആരാണ് ഈ സർക്കാരിനെ ഉപദേശിച്ചത്? അദ്ദേഹത്തിന് നേരത്തെയുള്ള അസൈൻമെന്റ് ആണ്. നേരത്തെ ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നു. അവിടേക്ക് പോകുന്നവരുടെ മുഴുവൻ വിസയും അദ്ദേഹത്തിന്റെ പേരിലാണ്. അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടി പറഞ്ഞ ന്യായങ്ങൾ ശരിയായിരിക്കാം. അങ്ങനെ ഒരാളെ തന്നെ അക്കാദമിയുടെ ചെയർമാൻ ആക്കണമെന്ന് സർക്കാരിന് എന്താ ഇത്ര നിർബന്ധം? വേറെ ചലച്ചിത്ര രംഗത്ത് എത്രയോ സമർത്ഥരായ ആളുകള്, ഇടതുപക്ഷ അനുഭവമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊരാളെ ആക്കിയാൽ പോലായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് വെർച്വലായിട്ട് ഇടപെട്ടെന്ന്. വെർച്വലായിട്ട് ഇടപെട്ടാൽ ഫെസ്റ്റിവൽ മര്യാദയ്ക്ക് നടക്കൂ. ചെയ്യേണ്ട കാര്യങ്ങൾ അതത് സമയത്ത് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇവിടെ വന്ന് ന്യായം പറയാണ്. ഈ സിനിമകൾക്ക് അനുമതി നിഷേധിച്ച കാര്യത്തിൽ പോലും ചെയർമാനും മുഖ്യമന്ത്രിയും രണ്ട് തട്ടില്ല. മുഖ്യമന്ത്രിക്ക് അത് വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും സർഗാത്മക സ്വാതന്ത്ര്യത്തിന്റെയും പ്രശ്നമാണ്. പക്ഷേ റസൂൽ പൂക്കുട്ടി പറഞ്ഞത് രാജ്യത്തിനെതിരായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിലും അദ്ദേഹം നിൽക്കത്തില്ലെന്നാണ്. ഇത് രാജ്യത്തിനെതിരാണെന്നാണ്. അതായത് ചില സിനിമകൾ വിദേശകാര്യ ബന്ധങ്ങളെയും രാജ്യത്തിന്റെ താല്പര്യങ്ങളെയും ഹനിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അത് കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇതിൽ പോലും ഒരു ഏകാഭിപ്രായം ഈ സർക്കാരിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മുന്നണി നന്നാക്കണം, തിരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഒഴിവാക്കേണ്ടത് ഇത്തരത്തിലുള്ള അബദ്ധ ഉപദേശങ്ങൾ നൽകുന്ന ഉപദേശികളെയാണ്. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തണം. എന്നിട്ട് ഈ ഗവൺമെന്റ് ചിന്തിക്കണം, എന്താണ് ജനങ്ങൾക്ക് വേണ്ടത്, ജനങ്ങൾക്ക് താല്പര്യമുള്ളത് എന്താണ്. എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണോ, അവിടെ ബ്രൂവറി സ്ഥാപിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കണോ, ഏതിനാണ് പ്രയോറിറ്റി? അതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ PR വർക്ക് കൊണ്ട് മാത്രം ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്താൻ പറ്റും എന്ന് വിശ്വസിക്കരുത്. അങ്ങനെ കരുതിയിരിക്കരുത്. പകരം ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യണം.